ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതേ, ഇന്നുണ്ടല്ലോ കുറച്ച് പക്ഷിക്കൂടും കുറച്ച് മുട്ടകളും ഒക്കെയാണ് കേട്ടോ. ഈ മുട്ട കണ്ടിട്ട് എന്താണ് ഇതെന്താ ഇങ്ങനെ മുട്ട ഇരിക്കുന്നതെന്നൊന്നും ചോദിക്കില്ലേ, എന്നെക്കൊണ്ട് ഇതൊക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തോണേ. അപ്പോൾ അതാ നമുക്കൊന്ന് വീഡിയോ ഒന്ന് നോക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്, ആദ്യം തന്നെ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ അതാ അതിനായിട്ട് ഞാനൊരു 200-210 ഗ്രാമോളം വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. നമ്മുടെ സേമിയായേ അത് നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ എന്നാൽ പോലും ഒരു ചെറിയ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ഒരു കടായിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞ് സ്പൂണിൽ ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാണെങ്കിൽ പോലും ആ വെർമിസെല്ലിയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്ന സ്ഥാനത്ത് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഇതൊന്നും ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്ന സമയത്തുണ്ടല്ലോ, നമുക്കൊരു 50 മില്ലിയോളം വെള്ളം, ഞാനൊരു കുഞ്ഞു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്, അത്ര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. അതൊന്ന് ഏകദേശം വേവാവുന്നിടം വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നിന്നിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഏകദേശം അങ്ങ് വറ്റിക്കോളൂ. അന്നേരത്തേക്ക് 50 മില്ലി വെള്ളമല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോകാനുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ആ വേവ് നമുക്ക് മനസ്സിലാവുമല്ലോ. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തോളാം. ആ മിൽക്ക് മെയ്ഡ് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ആ സമയം തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, വെർമിസെല്ലി നന്നായിട്ട്, അതായത് നമ്മുടെ സേമിയ ഒന്ന് നന്നായിട്ട് ഇളക്കിയും കൂടെ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളുക. അതിൻ്റെ തൊട്ട് വേണമെങ്കിൽ നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി ഏലക്ക പൊടിച്ചതിടാം. ഞാനിത് പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വീഡിയോ ചെയ്ത സമയത്ത് അത് കട്ടായി പോയിട്ടാണ്. അപ്പോൾ ഒരു രുചിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്തില്ലെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മുടെ സേമിയയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കുഴിയൻ പാത്രങ്ങളാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന മൗൾഡ് ഉണ്ടല്ലോ, അതാണെങ്കിലും മതിയാവും. അതൊന്നും ഇപ്പോൾ എല്ലാ വീട്ടിലും കാണണമെന്നില്ലല്ലോ, നമുക്ക് നമ്മുടെ സാധാരണ രീതിയിലങ്ങ് പോയാൽ മതിയെന്നേ. അപ്പോൾ ഇതാ ഇതുപോലെ കുഴിയൻ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ചൂടോടുകൂടി തന്നെ എന്താ പറയുക, ഇതൊന്ന് സെറ്റാക്കി ആ ഒരു പാത്രത്തിൻ്റെ അതേ ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുത്തോളുക കേട്ടോ. കൈകൊണ്ട് ചെയ്യേണ്ട കേട്ടോ, കൈ പൊള്ളുവേ. നല്ല ചൂടോട് കൂടിയാകുമ്പോഴത്തേക്കും നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പാലും പഞ്ചസാരയും യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കിട്ടും കേട്ടോ. ഇനി എന്നാൽ നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, സാധാരണ രീതി വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിത് കൊണ്ട് കേട്ടോ, ബാക്കി കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അത് ഞങ്ങളങ്ങ് കഴിച്ച് തീർത്തായിരുന്നു കേട്ടോ. ആദ്യം തന്നെ സേമിയായല്ലേ. അപ്പോൾ അതാ തട്ടാതെ മുട്ടാതെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് പൊടിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. എണ്ണ തൂവി വെക്കേണ്ട കാര്യമൊന്നുമില്ല, സാധാ രീതിയിൽ വെച്ചാൽ മതിയാവും. ഇത് നോക്കി നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പക്ഷിക്കൂടുകൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് റെഡിയാക്കാം. ഫ്രൂട്ട് സലാഡ് പോലെ, മറ്റേ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടല്ലോ, അതുപോലെ സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടല്ലോ, കുഞ്ഞു കൊഴുക്കട്ട, അതാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് മുട്ട ഇങ്ങനെ ഇരിക്കുന്നത്, വേറൊന്നും തോന്നല്ലേ. അപ്പോൾ നമ്മുടെ പക്ഷിക്കൂടും മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, ചുമ്മാ ഒരു രസം, അത്രയേ ഉള്ളൂ. എന്താ പറയുക, ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെ കൊടുക്കാനും, പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഭംഗിയല്ലേ, കാണാനൊക്കെ വെക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റാ.